ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം വിപുലമായി സംഘടിപ്പിച്ചു. അലങ്കാർ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ 1000-ഓളം പേർ പങ്കെടുത്തു. കേരളത്തിലെ തയ്യൽ തൊഴിലാളികളുടെ ആധികാരിക സംഘടനയായ AKTAയുടെ ഘടകമായി പ്രവർത്തിക്കുന്ന ടൈലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും വനിതകളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഇവർക്കായി സാന്ത്വനം ട്രസ്റ്റും ആപൽഘട്ടങ്ങളിൽ സഹായിക്കാൻ സ്വയം സഹായ സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിൽ നിന്നുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ട അംഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ഏരിയ സെക്രട്ടറി മുസ്തഫ കരിമ്പനക്കലിന്റെ മാതൃക ഏറെ പ്രശംസനീയമാണ്. ഏരിയ സമ്മേളനം ജില്ലാ സെക്രട്ടറി PD സണ്ണി ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ മാനത്തുമംഗലം ട്രാഫിക് ജംഗ്ഷനിലെ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ച് ഗതാഗത കുരുക്ക് ഒഴിവാക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ഏരിയ പ്രസിഡന്റ് PT രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ച് നടപ്പാക്കണമെന്നും തയ്യൽ തൊഴിലാളി പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും പ്രസവാനുകൂല്യത്തിന്റെ 2ാം ഗഡു നൽകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി കരിമ്പനക്കൽ മുസ്തഫ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ കമ്മിറ്റി അംഗം സുബ്രഹ്മണ്യൻ അരിക്കൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. RP നിമിഷ, N ഷൌക്കത്ത് ഉസ്മാൻ, സാദിഖ് ചേരിയിൽ, ഡാലിയ റഷീദ, സിന്ധു അടൂർ, EP ഇന്ദു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഏരിയ കമ്മിറ്റി പ്രസിഡന്റായി PT രാജു, സെക്രട്ടറിയായി കരിമ്പനക്കൽ മുസ്തഫ, ട്രഷററായി N ഷൌക്കത്ത് ഉസ്മാൻ എന്നിവരെ തിരഞ്ഞെടുത്തു.